ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൽ കർത്താവ് ദൈവം നമുക്ക് ഒത്തിരി നന്മകൾ തന്നിട്ടുണ്ട്. അതിനായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റാം. ദൈവം നൽകിയ നന്മകളല്ലാതെ, ദൈവം തന്ന അനുഗ്രഹങ്ങളല്ലാതെ നമുക്ക് സ്വയമായിട്ട് നമ്മുടെ കഴിവിനാലോ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെയും കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധിക്കത്തില്ല. യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വചനഭാഗങ്ങളെ ധ്യാനിക്കുമ്പോൾ നമുക്ക് വളരെയധികം പരിചയമുള്ളൊരു വ്യക്തിയെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ജോബ് എന്ന് പറയുന്ന ഈ വ്യക്തി തൻ്റെ ജീവിതം ആ ഒരു കാലഘട്ടം യാതൊരു വചനങ്ങളോ സുവിശേഷങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലത്ത് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവത്തെ ഏറ്റവും അധികം ബഹുമാനിച്ച് എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുന്ന കാലത്തിലായിരുന്നു. ദുഷ്ടനായ പിശാച് ദൈവത്തോട് പറയുന്നുണ്ട്, ഇവനെ നീ അനുഗ്രഹിച്ചത് കൊണ്ടും എല്ലാ നന്മകളും കൊടുത്തത് കൊണ്ടുമാണ് യോബ് നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ തള്ളിക്കളയാത്തതും. അപ്പോൾ ഓരോ അനുഗ്രഹങ്ങളും ദൈവം യോബിൽ നിന്ന് എടുത്തു കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവസാനം യോബ് വീണ്ടും എല്ലാ നഷ്ടങ്ങളിലും ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, നന്മ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും പിശാച് കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ പറയും, അവൻ്റെ ശരീരത്തെ നീ ഒന്ന് തൊട്ടാൽ അവൻ നിന്നെ നിന്ദിച്ച് കളയും, നിന്നെ തള്ളിക്കളയുമെന്ന് പറയുമ്പോൾ കർത്താവിൽ പ്രിയരെ ഒരു വലിയ രോഗത്താൽ ദേഹമാസകലം ചൊറിയും ചിരങ്ങുമൊക്കെ ആയി വല്ലാത്തൊരവസ്ഥയിൽ യോബ് ഇരിക്കുമ്പോഴും യോബ് വളരെയധികം കുലീനനായി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദിയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ജീവിത പങ്കാളി പോലും യോബിനോട് പറയുന്നുണ്ട്, നീ ഈ ദൈവത്തെ മറന്നു കളയുക, എന്നിട്ട് പോയി ചാകുക. കർത്താവിൽ പ്രിയരെ, അവിടെ യോബ് പറയുന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. 10-ാമത്തെ വാക്യം, ഈ ജോബിൻ്റെ പുസ്തകം 2:10. ദൈവം നമുക്ക് നന്മകൾ തരുമ്പോൾ നമ്മൾ വളരെ സന്തോഷമാണ്. അതേ ദൈവം ഒരു തിന്മ തന്നാൽ നാം എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഇതിലൊന്നിലും യോബ് ദൈവത്തെ നിന്ദിക്കുകയോ ദൈവത്തിനെതിരായിട്ട് നിൽക്കുകയോ വായും കൊണ്ടോ സംസാരം കൊണ്ടോ ഹൃദയം കൊണ്ടോ ഒരു പാപവും ചെയ്യുന്നില്ല. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമൊരു കാര്യത്തിന് നമ്മൾ ആരോടൊക്കെയാണ് കലഹിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ നാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വരുന്നത്? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ജോബിനെ പോലെ ഉചിതമായ നല്ലൊരു തീരുമാനമെടുക്കാം. എല്ലാം സ്വീകരിക്കുവാനായിട്ട്, നന്മയും തിന്മയും എല്ലാം സ്വീകരിക്കുവാൻ, ദൈവത്തെ ഏറ്റവും അധികം ബഹുമാനിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.